The tallest man in the Malayalam film industry. 6 അടി 4 ഇഞ്ചുള്ള ഒരു 46-കാരൻ. And പ്രായം പറഞ്ഞോ കുഴഞ്ഞല്ലോ. And he is I am Babu Anthony here on Star Jam. Welcome to the show. Thank you. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഇതിനേക്കാളും പൊക്കമുള്ള ആരെങ്കിലും മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതിനോളം പൊക്കമുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സുരേഷ് ഗോപി ഉണ്ട്, ക്യാപ്റ്റൻ രാജു ഉണ്ട്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈശ്വര എനിക്ക് ഇത്രയും പൊക്കം വേണ്ടായിരുന്നു എന്ന്? തീർച്ചയായിട്ടും തോന്നിയിട്ടില്ല. ചില സമയത്തൊക്കെ ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോഴും അതുപോലെ പണ്ടൊക്കെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ നിൽക്കാനും ഇരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് എന്താ പറയാ, ഈ ഫസ്റ്റ് ക്ലാസ്സിൽ പോകേണ്ട ഒരു അവസ്ഥയാണ്. ഒരുപാട് പൈസ ചിലവാകുന്നുണ്ട് മെയിൻറ്റെയിൻ ദ ഹൈറ്റ്. എക്കണോമിക് ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ കാലൊക്കെ നീട്ടാൻ സ്ഥലം കിട്ടില്ല, കാലുമുട്ടും. ലോങ് ജേർണി ഒക്കെ ആകുമ്പോൾ KSRTC ബസ്സിൽ കയറിയ തലമുട്ടും. ഡെഫിനറ്റ്ലി. ഇപ്പോഴത്തെ ബസ്സിന്റെ എനിക്ക് ഹൈറ്റ് അറിയത്തില്ല, ഇപ്പൊ കുറെ വർഷമായി. ഇപ്പോഴും ബസ് അത് തന്നെ. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അതായത് പൊക്കം ഒരു ശാപമാണ്? തീർച്ചയായിട്ടും തോന്നിയിട്ടില്ല. എനിക്ക് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു. കാരണം ഞാൻ ബേസിക്കലി ഒരു വോളിബോൾ പ്ലെയറും അത്ലറ്റും ഒക്കെ ആയിരുന്നു. അത്ലറ്റിക്സിലൊക്കെ ആണെങ്കിലും ഇത് ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു പൊക്കം. ഹിന്ദിയിൽ ആന്റണി കോൺഹെ എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്. അതേ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. ബാബു ആന്റണി കോൺഹെ. ഐ ആം എ ടോൾ ഹ്യൂമൻ ബീയിങ്. വാട്ട് ആർ യു ബേസിക്കലി സർ? ബിക്കോസ് ഐ നോ MA ആണ്, MBA ആണ്, മലയാള സിനിമയാണ്, തമിഴ് സിനിമയാണ്, തെലുഗു സിനിമയാണ്, ഇന്ത്യൻ സിനിമയാണ്, ഇന്റർനാഷണൽ സിനിമയാണ്. ചുറ്റാത്ത നാടില്ല, പോകാത്ത സ്ഥലമില്ല. What are you? I'm still figuring out actually. But I think I'm an actor. I've come to know that I'm an actor. I love acting and I have a passion towards it. I just discovered it probably after 25 years. 25 years and 175 movies and actor ആയതിനു ശേഷം ആക്ടർ ആയില്ലായിരുന്നുവെങ്കിൽ ഒരു ഒളിമ്പ്യൻ ആയനോ? Possibly, because അന്നത്തെ സമയത്തുള്ള ട്രെയിനിങ് അത്ര പോരായിരുന്നു. അന്ന് ഇപ്പൊ നല്ല ട്രെയിനിങ് ഒത്തിരി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ സ്പോർട്സിനും ഗെയിംസിലും ഒക്കെ. ഇംഗ്ലീഷുകാർ പറയും tall, dark, handsome. Are you that? What do you think? I'm definitely tall. I'm definitely handsome. I don't know. And he is Babu Anthony with us on Club FM Star Jam. Tan kanakina fun. AK-47. This is AK-47. Here we go. Dishim. ബാബു ആന്റണി ഹൈറ്റ് എത്ര? 6.4. ഇനിയും ഹൈറ്റ് വെക്കാൻ ആഗ്രഹമുണ്ടോ? ഇനിയും വെക്കാൻ ആഗ്രഹമില്ല. ഒറ്റയടിക്ക് എത്ര ദൂരം ഇപ്പൊ ഓടും? I can run forever actually. ആണോ? എത്ര നേരം വേണം ഓടാം. ബാബു ആന്റണി എന്ന ഫിസിക്കൽ ഇൻസ്ട്രക്ടറിനോടാണ് എന്റെ ചോദ്യം. രാവിലെ ഓടുന്നതാണോ നടക്കുന്നതാണോ കൂടുതൽ നല്ലത്? So after certain age, if you have knee problem or a joint problem and all, it's better to walk. അതായത് ഏത് ഏജ് വരെ? പറയാൻ പറ്റത്തില്ല. ഒരു ആഫ്റ്റർ 35 ഒക്കെ ഇപ്പം പ്രോബ്ലം ഉണ്ടെങ്കിൽ ഓടാൻ അങ്ങനെ പ്രായമൊന്നുമില്ല. നമുക്ക് ഫിറ്റ് ആവുന്ന എപ്പൊക്കെ ഫിറ്റ് ആയിട്ടിരിക്കുന്ന അപ്പം തന്നെ ഓടാം. ജോഗിങ്ങിന് പോകുന്നവർക്കുള്ള ടിപ്പ്, നമ്മൾ ചെയ്യേണ്ടത് ഒരു ടെമ്പറേച്ചർ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ചെയ്യണം. ഈവനിങ്ങിലോ മോർണിംഗിലോ ആയിട്ട് ചെയ്യണം. നടക്കാൻ പോകുന്നവർക്ക് ടിപ്പ്, അതായത് വേരിയസ് സ്പീഡിൽ നടക്കണം. ആദ്യം ഒന്ന് സ്ലോ ആയിട്ട് നടന്നിട്ട് പിന്നെ സ്പീഡ് കൂട്ടി കുറെ നടന്നിട്ട് പിന്നെ സ്പീഡ് കുറച്ചിട്ട് പിന്നെ സ്പീഡ് കൂട്ടി, അങ്ങനെ ഒരു വേരിയേഷൻസ് ഉണ്ടായിരിക്കണം. ബാബു ആന്റണിക്ക് ഇത്രയും നല്ല ബോഡി ഉണ്ട്, എന്തുകൊണ്ട് മിസ്റ്റർ കേരളയ്ക്ക് പങ്കെടുത്തില്ല? മിസ്റ്റർ കേരളയ്ക്ക് പങ്കെടുക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ബോഡി ബിൽഡർ ആയിരിക്കണം, മസിൽ ബിൽഡർ ആയിരിക്കണം. ഞാൻ ഒരിക്കലും ഒരു മസിൽ ബിൽഡർ അല്ലായിരുന്നു. ജയന് ശേഷം ഏറ്റവും നല്ല ഫിഗർ ഉള്ള മനുഷ്യന്റെ അടുത്ത് ചോദിക്കുകയാണ്. ബാബു ആന്റണിക്ക് 6 pack ഉണ്ടായിരുന്നു. എനിക്ക് 10 packs ഉണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ. എന്ത് 10 packs? I was full of very muscles, you know. ബ്രൂസ്ലിക്ക് ശേഷം 10 pack ഉള്ള മനുഷ്യനാണ്. അന്നൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, നല്ല എക്സസൈസ് ഉള്ള സമയമായിരുന്നു. എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്കും 6 pack വേണം? I can have it about maybe in 2 weeks if I want. Because my muscles have memory. മസിൽസിന് എപ്പോഴും മെമ്മറി ഉണ്ടാവും. നമ്മുടെ ഓൾ മസിൽസ് നമ്മളത് വീണ്ടും എക്സസൈസ് പിക്കപ്പ് ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരിക്കലും എക്സസൈസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്രം വെരി ചൈൽഡ്ഹുഡ് ഇറ്റ്സ് മെമ്മറിയാണ്. മസിൽസ് ലൈക്ക് ബ്രെയിൻ. ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയുന്നത്, മസിൽസ് ഹാവ് മെമ്മറി. ഡെഫിനറ്റ്ലി. You know, our body is just one. Finally, കേരളത്തിലെ ആൾക്കാർക്ക് ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയും. കേരളത്തിലെ ആൾക്കാർ ഹെൽത്തി ആണെങ്കിൽ ആദ്യം പരദൂഷണം നിർത്തണം, പിന്നെ പാര നിർത്തണം. They have to concentrate on themselves. ഞാൻ സിനിമക്കാർക്കുള്ള ഉപദേശം അല്ല ചോദിച്ചത്. And that is Babu Anthony with us on Club FM Star Jam. Tan കണക്കിന് fun. Star Jam with RJ Sean. Club FM studio കണ്ടിട്ടുള്ള ഏറ്റവും പൊക്കമുള്ള മനുഷ്യൻ is here with me and he is Babu Anthony. Welcome back to the show, sir. Thank you. എനിക്ക് സാറുടെ സ്കൂൾ ലൈഫിലേക്ക് ഒന്ന് പോകണം. അസംബ്ലിക്ക് ഏറ്റവും പുറകിലായിരുന്നു നിന്നിരുന്നത്. തീർച്ചയായിട്ടും എല്ലാ കാലവും ക്ലാസ്സിൽ ഇരിക്കുന്നത് ഏറ്റവും പുറകിലത്തെ ബെഞ്ചിലായിരുന്നു. 1ാം ക്ലാസ് മുതലേ പൊക്കമുള്ള കുട്ടിയായിരുന്നു. 1ാം ക്ലാസ് മുതലേ പൊക്കമുള്ള കുട്ടി. എങ്ങനെയായിരുന്നു സ്കൂളിലെ ബാബു ആന്റണി? വളരെ ഷൈ ആയിരുന്നു, വളരെ വിഡ്രോൺ ആയിരുന്നു, കാര്യമായിട്ടൊന്നും മിണ്ടത്തില്ല. പക്ഷെ ഭയങ്കര നോട്ടി ആയിരുന്നു. ഓട്ടവും ചാട്ടം ബഹളം. അത് ആ ഒരു സമയത്ത് മരത്തെ കയറുക, സ്കൂളിന്റെ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറുക. അവിടെ പൊൻകുന്നം പള്ളി എന്ന് പറയുന്നത് ഇപ്പൊ ആ പള്ളി പൊളിച്ചിട്ടൊരു പുതിയ പള്ളി
പള്ളി ആക്കിയിരിക്കുക. പഴയ പള്ളിയുടെ ഹൈറ്റ് 105 feet അങ്ങാണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും മുകളിൽ ഒരു കുരിശുണ്ട്. കുരിശിന്റെ താഴെ ഒരു എന്താ പറയുന്ന ഒരു ഇതുണ്ട്. അവിടം വരെയൊക്കെ ആൾക്കാർ കയറി, ചില ആൾക്കാർ അഡ്വഞ്ചർ ആയിട്ട് കയറി. അതിന് മുകളിലോട്ട് കയറണമെങ്കിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മുകളിൽ കയറിയ കുരിശിന്റെ അവിടെ ഇങ്ങനെ നിൽക്കും. ദാറ്റ് വാസ് എ ബിഗ് തിങ്. നോബഡി കുഡ് ഡു ദാറ്റ്. അങ്ങനെ ഭയങ്കര നോട്ടിയായിരുന്നു. ചൈൽഡ്ഹുഡ് ലവ് അഫെയർ ഉണ്ടായിരുന്നു. അല്ല, അവിടെ 1-2 പേരൊക്കെ നമ്മൾ കാണുമ്പോൾ എന്താ പറയുന്ന ഒരു സ്നേഹം തോന്നാറുണ്ട്. സ്നേഹം തോന്നിയ കഥ പേര് ഞാൻ പറയുന്നില്ല. വേണ്ട. എനിക്ക് തോന്നുന്നു 1ാം ക്ലാസ്സിലാന്ന് തോന്നുന്നു. ആ ടീച്ചർ ഭയങ്കര പ്രശ്നമായിരുന്നു. ബോയ്സ് ക്ലാസ്. അല്ല, ടീച്ചർ ഭയങ്കര പ്രശ്നമായിരുന്നു. ടീച്ചറോടല്ല, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു, ഞാൻ ഇനി സ്കൂളിൽ പോകുന്നില്ല, എനിക്ക് ആ ടീച്ചറിന്റെ ക്ലാസ്സിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. സ്കൂളിൽ പോയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ക്ലാസ് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പൊ ക്ലാസ് മാറ്റി കഴിഞ്ഞ് അടുത്ത ഡിവിഷൻ ഉള്ളി പെണ്ണുങ്ങളുടെ ക്ലാസ്സാണ്, ഉള്ളി ഗേൾസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ. അപ്പം എന്റെ ഫാദർ ടീച്ചറിനോട് സംസാരിച്ചിട്ട് എന്നെ ആ ക്ലാസ്സിലാക്കി. സോ ഐ വാസ് ഓൺലി ബോയ് എമംഗ് 40 ഗേൾസ്. അന്നത്തെ ചോക്ലേറ്റ് എന്ന മൂവിയിലെ ഹീറോ ആയിരുന്നു. എന്നിട്ട് അതൊരു ഭയങ്കര റെയർ ഓപ്പർച്യൂണിറ്റിയാണ്. അതെങ്ങനെ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് തന്നെ അറിയത്തില്ല. ഇത് 1ാം ക്ലാസ്സിലായതാണ് ആകെ പറ്റിയ നിർഭാഗ്യം. വല്ല 10ലോ 12ലോ 10ലോ 12ലോ വല്ല പ്രീ ഡിഗ്രി വല്ലോ ആയിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു പോയേനെ. എന്നിട്ട് 1ാം ക്ലാസ്സിൽ ഈ ചരിത്രം ആർക്കെങ്കിലും കേട്ടിട്ടുണ്ട്? ഇങ്ങനെ ഒരു ചരിത്രം ഇല്ല, ലോകത്താരും കാണത്തില്ല. I don't know how they gave me the permission. No idea. And right now with the Star Jam on with me Shan and ton കണക്കിന് fun. Star Jam with RJ Sean. എന്നാണ് ഇന്നസെന്റ് ലവ് ഒരു ട്രൂ ലവ് ആയി മാറിയത്? That was all infatuation. I think there was no true love in college. It was all infatuation. You know, some girls you like, they might like you, they just wave at you sometimes. You hardly talk to them. കാഞ്ഞിരപ്പള്ളിയിലൊക്കെ അല്ലേ, there is no chance to mix. കാഞ്ഞിരപ്പള്ളിയിൽ ഒരു കവിതാവിന്റെ കഥ പറയൂ കേക്കട്ടെ. ആ കാമിതാവ് ഒന്നും പറയാൻ പറ്റത്തില്ല. Just I liked somebody. Tell me, who is she? What is she? She was very fair, kind of tall, with long hair, beautiful smile. So I always looked at her. She looked at me. We both looked at each other for a long time. Then finally when we left college, we just had a small conversation with her. ഒരിക്കൽ മാത്രം മിണ്ടിയുള്ളൂ. അത് I think when I became the college champion, she came and congratulated me. Thank you എന്ന് പറഞ്ഞു. I said thank you എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. വേറൊന്നും പറഞ്ഞില്ല. Nothing. എനിക്കൊന്നും പറയാനില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നല്ല കോളേജസിൽ ഒരു കോളേജിൽ ജോയിൻ ചെയ്തു അല്ലേ? And about your Pune college. I was in Wadia, filled with beautiful women. How was your college life then? It was very good, but very busy. Busy in the sense around 5 o'clock I go to the ground. രാവിലെ 5 മണി 5 o'clock because I was doing athletics, that is triple jump, long jump, pole vault and 400 relay. Then you can imagine, then plus martial arts. So you can imagine how karate kung fu. Karate, yeah. Karate. Yeah. ശരി. And ഇന്ന് ഞാൻ കരാട്ടെ പഠിക്കുന്നുണ്ട് ഇന്നത്തെ ഷോയില്. സർ പറയൂ, വാട്ട്സ് യുവർ കോളേജ് ലൈഫ് ലൈക്ക്? അപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 11 മണിയാവും. 11 മണിക്ക് വന്നിട്ട് ഒരു 2-3 പീരീഡ് ചുമ്മാ പേരിന് അറ്റൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് ടേക്ക് സം റെസ്റ്റ്. then again at 3:30 back to the stadium. അപ്പം അത് കഴിയുമ്പോൾ ഏകദേശം ഒരു 6:30 ആവും. After 6:30, around 7 or so I go for martial arts. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേനും I'm a dead man. So there was no time for women. അല്ല, ബട്ട് ഇന്നലെ ഒരു അഫെയർ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടാവണമല്ലോ. I was friendly with a girl from Germany. She had come down to learn Indian philosophy. ഇന്ത്യൻ പെൺകുട്ടികളോട് താല്പര്യമില്ലെന്ന് എനിക്ക് No. It's not like that. It just happened. എന്നിട്ട് ജർമ്മൻ I had a lot of Indian friends. എന്തായിരുന്നു ജർമ്മൻ പ്രണയകഥ? ഞാൻ പറഞ്ഞു, I have other plans. I'm not ready to get settled. അപ്പോൾ പ്രപ്പോസ് ചെയ്തു? Yeah, she proposed me. എന്താ പറഞ്ഞേ? Shall we get married? I said it's too early. And that is Babu Anthony with us on Club FM. Star Jam. Ton കണക്കിന് fun.